ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സൺഡേ വ്ളോഗായിട്ടാണ്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നുമല്ലേ കാണിക്കുന്നത്. ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും എൻ്റെ അച്ഛനെയും അമ്മയും അതുപോലെ എൻ്റെ വീടൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സിയയ്ക്ക് ക്ലാസ് തുടങ്ങിയവരെ കുറേ ആയിട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട്. പിന്നെ ഏട്ടൻ എന്തായാലും വീട്ടിലുണ്ടാവില്ല എന്ന് പറഞ്ഞിനി, ഒരു മീറ്റിങ്ങിന് പോകാനുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇവിടെ തനിച്ച് നിൽക്കണ്ടെന്ന് കരുതി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അനിയത്തിയെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് ഞാൻ വേഗം വാതിൽ പൂട്ടി ഇറങ്ങാനാണേ നോക്കുന്നത്. പിന്നെ അധികം ദൂരമൊന്നുമില്ല കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. ഏറിപ്പോയാലൊരു അരമണിക്കൂർ എടുക്കുമായിരിക്കും. മഴ പെയ്തിട്ട് മുറ്റം നല്ല വഴുക്കലായോണ്ട് ഞാൻ താഴെ നിന്നാണ് വണ്ടിയിൽ കയറിയത്. ഏട്ടൻ ഞങ്ങളെ വെള്ളിപ്പറമ്പ് ജംഗ്ഷനിലാണ് ഇറക്കി തന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കുറച്ച് വീട്ടിലേക്ക് പലഹാരങ്ങളൊക്കെ മേടിച്ചേ. ജംഗ്ഷനിൽ കുറച്ച് നേരം നിന്നപ്പോൾ ഞങ്ങൾക്ക് വേഗം ഓട്ടോയും കിട്ടിയേ. ഓട്ടോ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ഒരു കയറ്റത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ് എൻ്റെ വീട്. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അമ്മ തുണി എന്തോ കഴുകിയിടുകയായിരുന്നേ. അച്ഛൻ പിന്നെ ടെറസിൻ്റെ മുകളിലായിരുന്നേ, അവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളും അമ്മേൻ്റെ കൂടെ നേരെ ടെറസിൻ്റെ മുകളിലേക്ക് പോയേ. ഇവിടെ ഇപ്പോൾ ഷീറ്റ് ഇട്ടിട്ട് 2 ദിവസം ആയിട്ടുള്ളേ. അപ്പോൾ അച്ഛൻ അവിടെ എന്തൊക്കെയോ ഒതുക്കി പെറുക്കാനോ അതുപോലെ കുറേ പെയിൻറ്റ് പോയതൊക്കെ ടച്ച് ചെയ്യാനോ അങ്ങനത്തെ ഓരോ പണികളുണ്ടായിരുന്നേ. പിന്നെ അമ്മ ഞങ്ങൾക്ക് വേഗം ചായയൊക്കെ കാച്ചി തന്നേ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ അനിയത്തി വരുന്നത്. അവൾ കുറച്ച് ലേറ്റായിട്ടോ വരാൻ. അവൾക്ക് മഴ കിട്ടിയോണ്ട് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം വൈകിയെന്നാണ് പറഞ്ഞത്. അച്ഛൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് കുറവായി കളിക്കുക കേട്ടോ. പിന്നെ അച്ഛൻ കോവൂര് പോയിട്ട് കുട്ടികൾക്ക് മിഠായിയും അതുപോലെ ഞങ്ങൾക്ക് ഇപ്പം കഴിക്കാൻ എണ്ണക്കടിയും ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ ചിക്കനും ഒക്കെ മേടിച്ച് കൊണ്ടുവന്നേ. അച്ഛൻ എപ്പോഴും ഇങ്ങനെയാണ്. ഞങ്ങളെല്ലാവരും കൂടെ വന്നാൽ കടയിൽ പോയിട്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരേ. പിന്നെ ഞാൻ അതൊക്കെ വാങ്ങിച്ച് വേഗം അടുക്കളയിൽ കൊണ്ടുവച്ചേ. അമ്മ അപ്പോഴേക്കും ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയേ. ഇത് ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ കറിയിലേക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളി അങ്ങനത്തതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേ. ഞങ്ങൾ ചിക്കൻ വറുത്തരച്ച് വെക്കാനാണ് നോക്കുന്നത്. അമ്മ അതാ കുക്കറിൽ ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായി കുഴച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിനെ. അപ്പോൾ അതിലും അരപ്പൊക്കെ ചേർത്ത് അമ്മ അതാ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം സമയം ഒരു 2 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം എല്ലാം വിളമ്പിയെടുത്ത് ചോറ് കഴിക്കാനാണ് നോക്കിയത്. ആദ്യം അച്ഛനാട്ടോ കഴിച്ചത്. സിയും അച്ഛൻ നല്ല കളിയിലായിരുന്നേ ഈ സമയത്ത്. അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി ചോറെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം ദാ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മഴയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളും കൊലായിലിരുന്നിട്ട് മക്കൾസിന് വാരി കൊടുത്തേ. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും കഴിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെയാട്ടോ വീട്ടിൽ വന്നാൽ കൊലായിലൊക്കെ ഇരുന്നിട്ടാണ് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക. അമ്മ വരില്ല കേട്ടോ, ഞാനും അനിയത്തിയും. ഭക്ഷണം കഴിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞേരം ഞങ്ങളിതാ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാട്ടോ അമ്മേൻ്റെ വീട്. അവിടെ അമ്മേൻ്റെ 2 ചേച്ചിമാരാണ് ഉള്ളത്. അമ്മമ്മ ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഒരു 6 മാസമായിട്ടേ ഉള്ളൂ അമ്മമ്മ മരിച്ചിട്ട്. അപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോഴൊക്കെ എല്ലാവരും കൂടെ അവിടേക്കും പോകും കേട്ടോ. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളേ അങ്ങോട്ട്. പിന്നെ ഈ കയറ്റം കയറണം എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ നടക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ കയറ്റം കയറുന്നതുകൊണ്ട് ഞങ്ങൾക്കിത് ശീലമായി. ഇതാണ് അമ്മമ്മേൻ്റെ വീട്ടിലേക്കുള്ള വഴി. അമ്മമ്മ ഇല്ലെങ്കിലും ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുക. അത് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് ഇനി ഇത് മാറ്റാനും പറ്റില്ലല്ലോ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ രണ്ടാളും കൂടെ സിനിമ കാണിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന്. അവിടെ ചെന്നാൽ മേമയ്ക്ക് ഭയങ്കര വെപ്രാളാണ്. മക്കൾക്ക് എന്താ കൊടുക്കുക, അവരെന്താ ചായ കുടിക്കുമോ അത് ആക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അമ്മ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, മാങ്ങ ജ്യൂസ് അടിക്കുകയെന്ന് പറഞ്ഞ്. അങ്ങനെ മാങ്ങയൊക്കെ ചെത്തി ഞങ്ങൾ ജ്യൂസൊക്കെ അടിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് കുടിച്ചേ. ഇപ്പം സമയം ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോഴേക്കും അനിയത്തീൻ്റെ ഹസ്ബൻഡ് വന്നെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ചേ. പിന്നെ ഞങ്ങൾ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങിയേ.
മൂപ്പര് അവളെ രാവിലെ അവിടെ ആക്കി പോയതായിരുന്നു കേട്ടോ. മൂപ്പർക്ക് എന്തോ പരിപാടി എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാണേ വന്നത്. പോകുമ്പോൾ അച്ഛൻ നല്ല ഹാപ്പി ആയിരുന്നേ. ലുലുമാള് പോവും, അവിടെ നിന്ന് എന്തോ വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അവർ പോയി കഴിഞ്ഞേരം സിയേൻ്റെ മൂടൊക്കെ മാറിയേ. അത്ര നേരം അവർ കളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടെറസിൻ്റെ മുകളിലൊക്കെ പോയിരുന്നേ. ഞങ്ങളുടെ ഈ വീട് നന്നാക്കിയിട്ട് ഇപ്പം അധികം ആയിട്ടില്ല കേട്ടോ. ആദ്യം ഓടിട്ട വീടായിരുന്നേ, പിന്നെ അതിപ്പോൾ ടെറസാക്കി, അതുപോലെ തന്നെ ഷീറ്റും ഇട്ടേ മുകളിൽ. ഞാനും അനിയത്തിയൊക്കെ നിൽക്കാൻ വരുന്ന സമയത്ത് രാത്രിയൊക്കെ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ വന്നിരിക്കാറുണ്ട്. അപ്പോൾ നല്ല കാറ്റുണ്ടാവും കേട്ടോ അവിടെ. പിന്നെ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമല്ലേ. ഞങ്ങളുടെ ആ നേരെ കാണുന്ന ബിൽഡിങ് സൈബർ പാർക്കാണ്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ കോളേജും കാണായിരുന്നേ. 6:30 ആകുമ്പോൾ ഏട്ടൻ വന്നേരെ പിന്നെ ഞങ്ങളും തിരിച്ചു പോന്നേ.